ഹലോ ഹായ് ഡേ ബൈ ഡേ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എഗ്ഗ് ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം, വരൂ. അപ്പം നമുക്ക് ഇങ്ങനൊരു പാത്രം എടുക്കുക, അടുപ്പത്ത് വയ്ക്കുക. അപ്പം നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് റിഫൈൻഡ് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ഞാൻ ഇവിടെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചതാണ്. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. പിന്നെ വേണ്ടത് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുക. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അത് കൂടുതൽ ഇങ്ങനെ ചെറിയ പീസുകളാക്കണ്ട, ഒന്ന് ഉടച്ചു കൊടുക്കാൻ മതി. അപ്പം നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഞാനത് മാറ്റിയെടുക്കട്ടെ. ഇതിലും കൂടുതൽ നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ചെറിയ പീസുകൾ ആക്കുന്നുള്ളൂ. അതേ പാത്രത്തിൽ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. റിഫൈൻഡ് ഓയിൽ തന്നെ, ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറിന് ചേഞ്ചസ് വരും. എപ്പോഴും സ്റ്റവ് കൂട്ടി വയ്ക്കുക. അപ്പോൾ ഇനി എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ, നൈസായിട്ട് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയാണ്. അത് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും കൂട്ടി വയ്ക്കണേ. ഒന്ന് ഇളക്കി കൊടുക്കുക. സ്പ്രിങ് ഓണിയൻ്റെ താഴത്തുള്ള വൈറ്റ് കളറിലുള്ള ബൾബാണ് നമ്മുടെ വൈറ്റ് ഉള്ളിയാണ് കേട്ടോ. സ്പ്രിങ് ഓണിയൻ്റെ താഴത്തുള്ളതാണ്. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ്, ബീൻസ് ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. ബീൻസ്, ക്യാരറ്റ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടത്തില്ലേ. അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിത് ചെയ്യണമെന്ന് പറയുന്നത്. 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് നമ്മുടെ മുട്ട ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പിടിക്കട്ടെ. അപ്പം നമ്മളുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ച ചോറ് ഇതാണ്. ബിരിയാണി റൈസാണ് ഞാൻ എടുത്തത്. 1 ഗ്ലാസ് റൈസാണ് എടുത്തത്. അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിക്ക് 1 ഗ്ലാസ് റൈസിന് ഒരു 3 ഗ്ലാസ് വെള്ളം വയ്ക്കുക. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒരു 20 മിനിറ്റ് അരി കുതിർത്തി വെച്ചതാണ്. ആ കുതിർത്തി വെച്ച അരി നല്ല തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു 80% വേവിക്കുക. 80% വേവിച്ചതിന് ശേഷം ചോറൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ചോറ് മാറ്റി വെച്ച് നന്നായിട്ട് അത് വെള്ളമെല്ലാം പോയി നേരെ നീറ്റായിട്ട് നല്ല ഒന്നിനോട് ഒന്ന് യോജിക്കാൻ പാടില്ല. അപ്പോൾ കൂട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റൈസ് നല്ല പൊടി മാതിരി വരത്തില്ല. അപ്പോൾ പൊടി മാതിരി നമുക്ക് വരണമെങ്കിൽ തന്നെ ചോറുണ്ടാക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പിട്ട് വേവിക്കുക. ഉപ്പിടണം. കുറച്ച് നാരങ്ങ നീരും കൂടി 1 സ്പൂണ് റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഒഴിക്കേണ്ടത്. അതൊഴിച്ച് വേവിച്ച റൈസ് ഒന്നിനോട് കൂടെ യോജിക്കത്തില്ല. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പൊടിയായിട്ട് കിട്ടും. കണ്ടോ റൈസ്. അപ്പോൾ നമ്മുടെ
എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. അതിലിപ്പോൾ ഉപ്പുണ്ടോ നോക്കണം. നമ്മൾ റൈസ് ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ മസാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് ഉപ്പ് ഞാൻ നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബ്ലാക്ക് പേപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് എനിക്ക്. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ അങ്ങ് ഇട്ട് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. ഒന്ന് യോജിപ്പിക്കുക അതിനുള്ള കൂടെ. അപ്പോൾ നമുക്കിതിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം. മാത്രമല്ല സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.